അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം വായിച്ച് നാം പലപ്പോഴും ആശ്വാസം പ്രാപിക്കാറുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം ഉത്തരമരുളും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിസന്ധിയിലായ ദാനിയേലും കൂട്ടുകാരും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്ന രംഗമാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 46-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ദാനിയേൽ 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ ജാതീയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, ദാനിയേലേ, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദിദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. രാജാവ് കണ്ട ദർശനം എന്തായിരുന്നുവെന്ന് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിപ്പമേറിയ ഒരു ബിംബത്തിൻ്റെ തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, വയറ് അര താമ്രം, തുട ഇരുമ്പുകൊണ്ട്, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും ആയിരുന്നു. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതാണ് സ്വപ്നം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ അർത്ഥം ദാനിയേൽ പറയുവാൻ തുടങ്ങുകയാണ്. ദാനിയേൽ 2-ാം അധ്യായം 36 മുതൽ താഴേക്ക് ഉള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം വെള്ളി കൊണ്ടും ഉള്ള ബിംബത്തിൻ്റെ ഭാഗം സൂചിപ്പിക്കുന്നത് മേദ്യ പേർഷ്യൻ സാമ്രാജ്യവും താമ്രം കൊണ്ടുള്ളതിനെ ഗ്രീക്ക് സാമ്രാജ്യത്തെയും സൂചിപ്പിക്കുന്നു. ബിംബത്തിൻ്റെ തുട ഇരുമ്പ് കൊണ്ടുള്ളതിനെ സൂചിപ്പിക്കുന്നത് റോമാ സാമ്രാജ്യവും ആകുന്നു. ഇരുമ്പ് സകലത്തെയും തകർക്കുന്നുവല്ലോ. ഇരുമ്പ് പോലെ ശക്തമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. കാല് പാതി ഇരുമ്പും പാതി കളിമണ്ണും. ഇത് പിന്നെ രാജ്യത്വമായിരിക്കും. പാതി ബലമുള്ളതും പാതി ബലം കുറഞ്ഞതുമായ പിന്നെ രാജ്യത്വമായിരിക്കുമെന്ന് ദാനിയേൽ പ്രസ്താവിച്ചു. ഇത്രയും കാര്യങ്ങളിൽ സാമ്രാജ്യത്തിൻ്റെ പേര് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം, ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യവും അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യവും അതിനുശേഷം റോമ സാമ്രാജ്യവും നിലവിൽ വന്നു. അതിനുശേഷം വന്ന രാജ്യങ്ങൾ ദാനിയേൽ ദർശനം വിവരിച്ചതുപോലെ പാതി ബലമുള്ളതും പാതി ബലമില്ലാത്തതും തന്നെ ആയിരുന്നു. ശക്തന്മാരായ സാമ്രാജ്യ ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചെറിയ രാജ്യങ്ങളെ വൻ സാമ്രാജ്യമാക്കി മാറ്റിയവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. കർത്താവ് ദാനിയേൽ കണ്ട സ്വപ്നവും അർത്ഥവും ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേലിന് ബിംബത്തിൻ്റെ സ്വപ്നം കൊടുത്താൽ പോരായിരുന്നു. ദാനിയേലിന് സ്വപ്നം കൊടുത്താൽ സാധുക്കളുടെ ജ്ഞാനത്തെ തുച്ഛീകരിക്കുന്ന ജനം ദാനിയേലിനെ മാനിക്കുകയില്ല. എന്നാൽ ആ സ്വപ്നം രാജാവിന് കൊടുത്തു. എന്നിട്ട് ആ സ്വപ്നം പോലും രാജാവ് മറക്കുവാൻ ദൈവം ഇടവരുത്തി. എന്തുകൊണ്ട്? അതെ, അതീവ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവഭയത്തോടെ ജീവിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ വേണ്ടി 3 വർഷക്കാലം പച്ചക്കറിയും പച്ചവെള്ളവും മാത്രം കഴിച്ച് വെജിറ്റേറിയനായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കുകയും ദൈവം വെറുക്കുന്ന രാജാവിൻ്റെ വിഗ്രഹാർപ്പിതമായ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ച
തൻ്റെ ദാസനെ മാനിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. രാജകൊട്ടാരത്തിൽ അതുവരെ ദാനിയേലിനെ രാജാവ് അന്വേഷിച്ചിരുന്നില്ല. അവനെ കൊട്ടാരത്തിലെ ജോലിക്കാരനാക്കി എന്നത് സത്യം. എന്നാൽ അന്നും മന്ത്രവാദികളായിരുന്നു കൊട്ടാരത്തിലെ ഉപദേഷ്ടാക്കന്മാർ. അവർ പറയുന്നതേ രാജാവ് ചെയ്യുമായിരുന്നുള്ളൂ. അവരുടെ മുമ്പിൽ ദാനിയേലും കൂട്ടുകാരും ഒന്നുമല്ല. എന്നാൽ രാജാവ് ദർശനം കാണുകയും ദൈവം അത് അവനെക്കൊണ്ട് മറപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രശ്നക്കാരായ മന്ത്രവാദികളെ രാജാവ് വിളിപ്പിച്ചു. അന്നുവരെ രാജാവിനെ പറ്റിച്ചിരുന്ന മന്ത്രവാദികൾക്ക് ഇപ്രാവശ്യം രാജാവിനെ പറ്റിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം രാജാവ് സ്വപ്നം ഓർത്തിരുന്നെങ്കിൽ മന്ത്രവാദികൾ എന്തെങ്കിലും പൊളിവാക്കും നുണയും പറഞ്ഞ് അർത്ഥം ഇതാണെന്ന് രാജാവിനെ ധരിപ്പിക്കും. എന്നിട്ട് തടി തപ്പും. രാജാവിനെ പ്രസാദിപ്പിക്കുന്ന അർത്ഥം പറഞ്ഞാൽ രാജാവിന് സന്തോഷമായി ധാരാളം സമ്മാനങ്ങളും ലഭിക്കും. എന്നാൽ ദൈവത്തെ ഭയമുള്ള ഒരാൾ കൊട്ടാരത്തിൽ കയറിയപ്പോൾ മന്ത്രവാദികളുടെ അഭ്യാസങ്ങളൊന്നും നടക്കാതായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, തോറ്റു എന്ന് പറഞ്ഞ് മടുത്തുപോയി എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, നമ്മെ ജയിപ്പിക്കുന്നവനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആഭിചാരകന്മാരും മന്ത്രവാദികളും വിചാരിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെക്കൊണ്ട് ദൈവം ചെയ്യിക്കും. അല്പം പ്രതിസന്ധിയാണെങ്കിലും, ആരും അർഹിക്കുന്ന പ്രാധാന്യം തന്നില്ലെങ്കിലും പാപം ചെയ്ത് തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്ന് നാം ഒരു തീരുമാനം ഇന്ന് എടുത്താൽ ആ തീരുമാനം നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കും. തന്നെയുമല്ല, ആ തീരുമാനം നമ്മുടെ നിത്യതയെപ്പോലും അനുഗ്രഹമാക്കി തീർക്കും. ദാനിയേലെടുത്തത് നല്ല തീരുമാനമായിരുന്നെങ്കിലും മന്ത്രവാദികൾക്ക് അർത്ഥം പറയുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയപ്പോൾ അവരെ കൊല്ലുവാൻ രാജാവ് തീരുമാനിച്ചു. ആ തീരുമാനം അറിഞ്ഞ ദാനിയേലും കൂട്ടുകാരും യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം അവർക്കറിയാമായിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ കോരഹ് പുത്രന്മാർ തൻ്റെ പിതാവായ കോരഹിൻ്റെ ശിക്ഷയിൽപ്പെടാതെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചതുപോലെ ഓടി പ്രാർത്ഥനാ മുറിയിൽ അഭയം പ്രാപിച്ചു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു ഇടമാണ് പ്രാർത്ഥനാ മുറി. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഭവനത്തിലൊരു പ്രാർത്ഥനാ മുറി ഒരുക്കി വയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയ്ക്കായി വീട്ടിൽ ഒരുക്കി വെച്ച പ്രാർത്ഥനാ മുറി നമ്മുടെ നിരാശയും കണ്ണുനീരും മാറ്റിത്തരുമെന്നതിന് യാതൊരു സംശയമില്ല. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിച്ചാൽ അതിൻ്റെ ഫലം സ്വന്തം കണ്ണിന് തന്നെ കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടവരുത്തും. ദാനിയേലും കൂട്ടുകാരും പ്രാർത്ഥിച്ചു. ദൈവം അത് രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. എത്ര മണിക്കൂർ അവർ പ്രാർത്ഥിച്ചു കാണുമെന്ന് നമുക്കറിയില്ല. പലപ്പോഴും നാം യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം വായിച്ചിട്ട് ആശ്വാസം പ്രാപിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം ആ വാക്യം യിരെമ്യാവിന് കൊടുക്കുന്ന സാഹചര്യം നാം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നും യഹൂദ രാജാവായ സിദെക്കീയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദെക്കീയാവ് ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദെക്കീയാവ് അവനെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടച്ചിരുന്നു. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോഴാണ് യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം യഹോവ യിരെമ്യാവിന് കൊടുക്കുന്നത്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. യിരെമ്യാവിനും നമുക്കും ഈ വാക്യം ഒരുപോലെ പ്രയോജനകരമാണ്.
ദൈവം യിരെമ്യാവോട് പറയുകയാണ്, യിരെമ്യാവേ, ഞാൻ പറയുവാൻ പറഞ്ഞ കാര്യം സിദെക്കീയ രാജാവിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു എന്ന കാരണത്താൽ അവൻ നിന്നെ ജയിലിൽ അടച്ചില്ലേ? നീ വിഷമിക്കേണ്ട. ഞാനാണ് നിന്നോട് കൽപ്പിച്ചത്. നീ ജയിലിലാണെങ്കിലും ഞാൻ നിന്നിൽ കൂടി അരുളി ചെയ്ത വചനം നീ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുമാറാക്കും. തന്നെയുമല്ല, ബാബേൽ ചക്രവർത്തി തകർത്തുകൊണ്ടിരിക്കുന്ന ജെറുസലേം മതിലുകളും നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ജെറുസലേമിൻ്റെ എല്ലാ ഇടിവുകളും നികത്തി വീണ്ടും ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രയേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഞാൻ ജനത്തിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കും എന്നാണ് കർത്താവ് യിരെമ്യാവിനെ വെളിപ്പെടുത്തിയത്. യിരെമ്യാ പ്രവചനം 33 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്താണോ യിരെമ്യാവ് യഹൂദ രാജാവായ സിദെക്കീയ രാജാവിനോട് പറഞ്ഞത്, ദൈവം യിരെമ്യാവിൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ സിദെക്കീയാവിനെ അത് വരുത്തി. ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. ഈ നടന്ന കാര്യങ്ങൾ മുൻകൂട്ടി സിദെക്കീയാവിനോട് യിരെമ്യാവ് പറഞ്ഞു എന്ന കാരണം കൊണ്ടാണ് അവൻ മാനസാന്തരപ്പെടാതെ യിരെമ്യാവിനെ പിടിച്ച് ജയിലിലാക്കിയത്. യിരെമ്യാ പ്രവചനം 39 അധ്യായം 6-7 വാക്യങ്ങളാണ് നാം കേട്ടത്. ദേശം മുഴുവൻ മഹാമ്ലേച്ഛത പ്രവർത്തിക്കുകയും ജെറുസലേം ദേവാലയത്തിൽ സകലവിധ വിഗ്രഹങ്ങളും അശുദ്ധിയും സ്ഥാപിക്കുകയും ചെയ്ത കാലത്താണ് ദൈവം യിരെമ്യാവിനെ യഹൂദ രാജാവിൻ്റെ അടുക്കലും ആലയത്തിലും ദൂത് വാഹകനാക്കി അയച്ചതും. ദൈവം യിരെമ്യാവിൽ കൂടി അത് ദൈവം യിരെമ്യാവിൽ കൂടി സകല ന്യായവിധിയും അറിയിച്ചു. നിങ്ങൾ നിങ്ങളുടെ പാപം ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തി യഹോവയിലേക്ക് തിരിയുവിൻ, അല്ലെങ്കിൽ ഞാൻ ബാബേൽ രാജാവിനെ നിങ്ങളുടെ നേരെ അയക്കും. യിരെമ്യാവിൽ കൂടിയാണ് ദൈവം അരുളപ്പാടുകൾ അറിയിക്കുന്നത്. ആ സമയത്ത് കള്ളപ്രവാചകന്മാർ പ്രവചിച്ചു, ബാബേൽ രാജാവ് ഇവിടെ വരികയില്ല, ഒരു അമ്പ് ഇവിടെ എയ്യുകയുമില്ല എന്ന്. എന്നാൽ കള്ളപ്രവാചകന്മാരെ ദൈവം നശിപ്പിച്ചു. ബാബേൽ രാജാവ് വരികയും 2 പ്രാവശ്യമായി അനേകരെ കൊല്ലുകയും ആലയത്തിലെ പാത്രങ്ങൾ ചിലത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സിദെക്കീയാവിനോട് യഹോവ യിരെമ്യാവിൽ കൂടി അരുളപ്പാട് അറിയിച്ചു, നീ ബാബേൽ രാജാവിന് കീഴടങ്ങുകയാണെങ്കിൽ നീയും നിൻ്റെ മക്കളും ഭാര്യമാരും ജീവനോടെ ഇരിക്കും. ജെറുസലേം ദേവാലയം ചുട്ടുകളയുകയില്ല. പ്രവാചകനായ യിരെമ്യാവിൻ്റെ വാക്ക് സിദെക്കീയാവോ പ്രമാണികളോ കൂട്ടാക്കിയില്ല. ഒടുക്കം രാജാവും ജനങ്ങളും അടിമകളായി ബാബേലിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന അരുളപ്പാട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ്. നാം ഏത് വ്യക്തിയായാലും ദൈവത്തിന് വിഷയമല്ല. ദൈവം തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം തെറ്റായി വ്യാഖ്യാനിച്ച് നാം ചതിയിൽപ്പെടുവാൻ ഇടവരാതിരിക്കുവാൻ നമ്മിൽ ഏതെങ്കിലും പാപങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കി പാപത്തിന് അനുകൂലമായി നീന്താതെ പാപത്തെ എതിർത്ത് തോൽപ്പിച്ച് ഒരു ജയജീവിതം നയിക്കുവാൻ ദാനിയേലിനെ പോലെ യിരെമ്യാവിനെ പോലെ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.